പണിഞ്ഞത്. അത് വേ, ഇത് റേ. വേണ്ടത് ഈമാൻ, ഈമാൻ, ഈമാൻ. പള്ളിയിലൂടെ മഹല്ലത്തിലൂടെ ഈമാൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഉസ്താദുമാരല്ല, മഹല്ലിലെ പള്ളിയുടെ മഹല്ലിന്റെ ഭാരവാഹിത്വം വഹിക്കുന്ന പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി, കമ്മിറ്റി മെമ്പർമാർ, കൗൺസിലർമാർ. ആ മഹല്ല് ഭരിക്കുന്ന, മഹല്ലിന് ഖിദ്മത്ത് ചെയ്യുന്നവരാണ് ആ നാടിന് വെളിച്ചം പകർന്നു കൊടുക്കേണ്ടത്, ഈമാൻ പകർന്നു കൊടുക്കേണ്ടത്. അവരുടെ ഈമാൻ കണ്ടിട്ടാണ് ആ മഹല്ല് നിവാസികൾ ഈമാനിലേക്ക് മടങ്ങേണ്ടത്. ഉസ്താദന്മാരുടെ ഈമാൻ കണ്ടിട്ടല്ല. ഉസ്താദ് ഇന്ന് പോകും, നാളെ വേറെ ഉസ്താദ് വരും. ഏത് ഉസ്താദിന്റെ ഈമാൻ ജനങ്ങൾ കണ്ടുപിടിക്കുക? ആരാണ് ഉത്തരവാദിത്തം വഹിക്കേണ്ടത്? 5 വർഷം, 3 വർഷം, 2 വർഷം കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നത് മഹല്ല് നിവാസികളാണ്, മഹല്ല് ഭാരവാഹികളാണ്. ആ മഹല്ല് ഭാരവാഹികളാണ് ഈമാനുള്ളവരായി മാറേണ്ടത്. അവർ വെള്ളം കുടിപ്പിച്ചത് കൊണ്ടോ, റമദാൻ മാസത്തിൽ കുറെ സമൂസ സപ്ലൈ ചെയ്തത് കൊണ്ടോ, കുറെ കഞ്ഞി വെച്ച് വിതരണം ചെയ്തത് കൊണ്ടോ, കുറെ ഏത്തക്ക കൊടുത്തത് കൊണ്ടോ, ഏത്തക്കാപ്പം കൊടുത്തത് കൊണ്ടോ, കുറെ കച്ചൂറ് കൊടുത്തത് കൊണ്ടോ കമന്നാമനബില്ല അള്ളാഹ് വിശ്വസിച്ചനെ പോലെ ആവോ? ഇവൻ കഞ്ഞിയും കപ്പയും ഒക്കെ കൊടുത്തിട്ട് മഗ്‌രിബ് നിസ്കരിക്കാതെ വീഡിയും വലിച്ചുകൊണ്ട് ടൗണിൽ പോയിരിക്കും. ഇവനെ കണ്ടിട്ടാണോ ഈ മഹല്ലുകാര് പഠിക്കേണ്ടത്? ഇവനെ കണ്ടിട്ടാണോ ഈ നാട്ടുകാർ പഠിക്കേണ്ടത്? ഇല്ല. കമന്നാമനബില്ല ലാ യസ്തവൂന ഇൻദല്ലാഹ്. അള്ളാഹുവിന്റെ അടുക്കൽ ഇവൻ സമമല്ല. ഇന്നമാ ഉമ്മാറു മസാജിദില്ലാഹി ഹും അഹ്ലുല്ലാഹ്. നബിയുനാ റസൂലുള്ളാഹി അവർ കമ്മിറ്റിക്കാരെ കുറിച്ച് നല്ല അഭിപ്രായം നബി തങ്ങൾ പറയുന്നുണ്ട്. വെറുതെ മോശമാക്കി പറയാൻ പറ്റൂലല്ലോ. ഇന്നമാ ഉമ്മാറു മസാജിദില്ലാഹി ഹും അഹ്ലുല്ലാഹ്. അല്ലാഹുവിന്റെ അഹ്ലുകാരാണ് അവർ. എപ്പോ? മന്നാമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിനെ ആഖിറത്തെ കൊണ്ടും വിശ്വസിക്കണം. ഇത് ആഖിറം പോയിട്ട് ഖബർ പോയിട്ട് അല്ലാഹയെ പോലും വിശ്വാസമില്ല. ചാത്തപ്പൻ എന്ത് മൈസറ കയറിയിരിക്കുന്ന പള്ളിക്കകത്ത്. ഇവന് ആപ്പാട് അറിയാവുന്ന മുസ്ലിയാർ എപ്പോ പോകുന്നുണ്ട് എഴുതി വെക്കും, എപ്പോ വരുന്നുണ്ട് എഴുതി വെക്കും. ഇതിനു വേണ്ട കമ്മിറ്റിക്കാരൻ. അയാളുടെ വേറെന്താ? മഹലിലെ ബൾബ് പോയിട്ട് മാസം എത്രയായി, ബാത്റൂമിലെ ബൾബ് പോയിട്ട് മാസം എത്രയായി, തപ്പിപ്പിടിച്ച് മൊബൈൽ കൊണ്ടിട്ട് കക്കൂസി പോയിരിക്കുന്നത്. ആ മൊബൈലും കൂടെ ഇല്ലെങ്കിൽ ക്ലോസറ്റ് അറിയാൻ പറ്റില്ല. ക്ലോസറ്റ് 2-3 പേരുടെ ക്ലോസറ്റിന്റെ കുഴിക്കകത്ത് കാല് വീണ് കാലിന്റെ കുഴ പോയതാ. എന്നിട്ട് പോലും അവരൊരു ബൾബ് വാങ്ങിയിടാൻ തയ്യാറല്ല. കുറ്റിയില്ല ബാത്റൂമിന്, കുറ്റിയില്ല. ബാത്റൂമിന് കുറ്റിയില്ല. ബക്കറ്റ് നിറച്ച് വെള്ളം എടുത്തിട്ടുള്ള ബാത്റൂമിന്റെ കുറ്റിക്ക് പോയാലാട്ട് നമ്മളെടുത്ത് ഫ്രണ്ടി വെക്കുന്നത്. എവനെങ്കിലും ഫയർഫോഴ്സ് ആയിട്ട് അടിച്ച് ഫയറായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ ഒരൊറ്റ തട്ട് കട്ടിയാൽ നമ്മളടക്കം യാ അല്ലാഹ് നേരെ വീഴുന്ന എങ്ങോട്ടാണ്? സമയമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വന്ന് കക്കൂസി ഒന്ന് കൊല്ലപ്പെടും. കാരണം നമ്മുടെ മഹല്ലുകാർ കക്കൂസ് വന്ന് നോക്കണം. പള്ളി അടിച്ചു പൊളിച്ചു പണിയും. അടിപൊളി പള്ളിയാണ്. കക്കൂസ് വളരെ മോശം, ബാത്റൂം വളരെ മോശം. പണ്ട് പുരാതന കാലഘട്ടത്തിൽ വെച്ച ക്ലോസറ്റ് ഇപ്പോഴും അതൊന്ന് തേച്ച് മിനുക്കി വൃത്തിയാക്കി അതിന്റെ മുകളിൽ ടൈൽസ് കൊണ്ടുവച്ച് പൊട്ടിച്ച് ദൂരെ കളഞ്ഞിട്ട് പുതിയ ക്ലോസറ്റ് വെച്ചു കൊടുത്തേ സഹോദര, പുതിയ ക്ലോസറ്റ് വെച്ചുകൂടെ? മൊത്തം മഞ്ഞക്കട്ട പിടിച്ചിരിക്കുകയാണ് ബാത്റൂം മുഴുവനും. മൂത്രം ഒഴിക്കുന്ന സ്ഥലത്ത് മൊത്തം മഞ്ഞക്കട്ട പിടിച്ചിരിക്കുകയാ. മഹല്ലുകാർക്ക് നോക്കാൻ അവസരമില്ല, ചിന്തിക്കാൻ അവസരമില്ല, മനസ്സിലാക്കുന്നില്ല. വീട് എങ്ങനെയാണ്? വീട് സ്വന്തം വീട്. മഹല്ല് പ്രസിഡന്റിന്റെ, സെക്രട്ടറിയുടെ, ഖജാൻജിയുടെ, കുടുംബക്കാരന്റെ ഒക്കെ വീട് ഭയങ്കരമായ മണിമാളികയാണ്. അവർ നമസ്കരിക്കുന്ന മസ്ജിദ്, അവർ രാത്രി വന്ന് കിടക്കേണ്ട മസ്ജിദ് അവരുടെ ഭവനമാണ്. ആ പള്ളി ചെലന്തിവനെ പിടിച്ചിട്ട് വർഷങ്ങളായി ഇന്നവർ അടിച്ചു തൂക്കാനോ തുടച്ചു മാറ്റാനോ ഒന്ന് വൃത്തിയാക്കാനോ ഈ മഹല്ല് നിവാസികൾ തയ്യാറല്ല, മഹല്ല് ഭാരവാഹികൾ തയ്യാറല്ല. വിടൂല പടച്ചവൻ, പൊന്നു മക്കളെ വിടൂല. കേട്ടോ ഒരു ഹദീസ്, അള്ളാഹെ പേടിച്ച് ഖിദ്മത്ത് ചെയ്യണമെങ്കിൽ ചെയ്യും. ഇല്ലെങ്കിൽ യാ അല്ലാഹ് മഅസ്സലാമ, നമുക്ക് ഈ പണി വേണ്ട. നാളെ ആഖിറത്തിൽ പോയി ചൂടുവെള്ളത്തിൽ കിടക്കാൻ വേണ്ടി നമ്മളില്ല റബ്ബേ. തിളച്ച വെള്ളത്തിൽ അള്ളാഹ് പൊക്കിയിടുക. ആയത്തോന്നാൻ സമയം ഒരുപാടുണ്ട്. സൂറത്തുൽ അറാഫ് വെച്ച് തകർക്ക അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച് കത്തിക്കുന്നുണ്ട്. സമയം ഒരുപാടായി പോയി. നിങ്ങൾ ആയത്തായിട്ട് പറയാറുണ്ട്. ഉമ്മാനുള്ള സഹോദരൻ മനസ്സിലാക്കണം. ആഗ്രഹം അടുത്ത കമ്മിറ്റികളുണ്ട്. ഇപ്പോൾ നിയത്താ കേട്ടോ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നകും സതഹരിസൂന അലൽ ഇമാറ വസതകൂന നദാമതൻ യൗമൽ ഖിയാമ. നിങ്ങൾ അധികാരത്തിന്റെ കസേരയ്ക്ക് വേണ്ടി കൊതിക്കുകയാണ് അല്ലേ? നാളെ ഇതിന്റെ പേരിൽ നിങ്ങൾ ആഖിറത്തിൽ ദുഃഖിക്കേണ്ടി വരും മക്കളെ. ആഖിറത്തിൽ ദുഃഖിക്കേണ്ടി വരും. പള്ളിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പൈസ എടുത്ത് തിരിമറി ചെയ്യുന്നു. എന്തിനാണ് ഈ മഹല്ലിൽ ഇത്രയും കയറി നിൽക്കാനുള്ള താല്പര്യം? എന്താ? അടുത്ത പൊതുയോഗം വരെ നമുക്ക് ഈ പൈസ കൈകാര്യം ചെയ്യാം, കച്ചവടത്തിനിടാം. വല്ലാഹി സത്യം, മഹല്ല് ബൈത്തുൽ മാലിന്റെ 1 രൂപ എടുത്ത് നിന്റെ കച്ചവടത്തിലിട്ട് നിന്റെ കുടുംബത്തിലെ നിന്റെ മക്കൾക്ക് 1 ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ നരകത്തിന്റെ വെള്ളമാണ് ആ മക്കൾ കുടിക്കുന്നത്, നീയും കുടിക്കുന്നത്. ആ കുഞ്ഞുമക്കൾ ഒന്നും ചെയ്യാത്ത പാവപ്പെട്ട പൊട്ടുമക്കളാണ്. ആ പൊട്ടമക്കളെ നിങ്ങൾ മസ്ജിദിലെ പൈസ എടുത്ത് നിന്റെ കച്ചവടത്തിലിട്ട് അത് പെരുപ്പിച്ച് അതിന്റെ ലാഭം കൊണ്ടാണ് നിന്റെ ഭാര്യയ്ക്കും നിന്റെ മക്കൾക്കും നീ ഭക്ഷണം കൊടുത്തതെങ്കിൽ നാളെ നരകത്തിലെ തളച്ചു മറിഞ്ഞ ചീഞ്ചലമാണ് നീയും നിന്റെ മക്കളും കുടിക്കാൻ പോകുന്നത്. അള്ളാന്റെ വീടാണ്, സൂക്ഷിക്കണം.